ഹലോ അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പം നമ്മൾ ഓണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വ്യാഴാഴ്ച അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം ഞങ്ങൾ രാത്രി തന്നെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. അന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അവൾ ഒരുപാട് ഫ്രണ്ടുകളുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ രാത്രി തന്നെ ഒരുപാട് കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ ഉച്ചക്ക് പോയി റൂമിൽ പോയി കുളിച്ചു വന്നു കേട്ടോ. വെള്ളിയാഴ്ച പിന്നെ ഉച്ചക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് റൂമിൽ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. ഒരുപാട് ഫാമിലികളെല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ അടിച്ച് പൊളിച്ച്. പിന്നെ ചെറിയൊരു ഓണിട്ടതെല്ലാം കണ്ടില്ലേ, ഒരു ചെറിയ ഓണെല്ലാം ഇട്ട് ഇപ്പം നല്ലതുണ്ടാവും. വെള്ളിയാഴ്ച നല്ല ചൂടാണ്. ഞാനൊരു 12 മണിക്ക് വന്നിട്ടൊന്ന് കുളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ വ്യാഴാഴ്ച പറഞ്ഞ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് പോര്, ഇവിടുന്ന് കുളിക്കുകയെല്ലാം ചെയ്യുക, വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച. പക്ഷേ ഞാൻ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ എന്താക്കി, വെള്ളിയാഴ്ച പോയി കുളിച്ചിട്ട് ചെടയെ വന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓണെല്ലാം ഇങ്ങനെ അടിച്ച് പൊളിച്ചില്ലേ, സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഞാനിതാ കുറച്ച് സാധനങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഓരോന്ന് ഒതുക്കി വെച്ചതാണ്. നമുക്കെല്ലാവർക്കും റൂമിൽ സൗകര്യം ഒട്ടും തീരെ ഇല്ല കേട്ടോ. കിച്ചനൊന്നും ഇല്ല. ഷൈനാൻ്റെ അവിടെ ഒന്നും ഒട്ടും ഇല്ല. നമ്മളെ കിച്ചനെ പോലെ തന്നെ കുഞ്ഞ് കിച്ചനാണ്. അപ്പോൾ ഇത്രയും ഒരുപാട് സാധനങ്ങൾ 23 ഇതുണ്ടായിരുന്നു കേട്ടോ. 23 സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. നമ്മളൊരു നാട്ടിൽ ഇത് വന്നു. ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് 10-15 ഇലയെല്ലാം ഇട്ട് ഉള്ള സ്ഥലത്ത് മൊത്തം അഡ്ജസ്റ്റാക്കി ഇതെല്ലാവരും ഞങ്ങളെല്ലാം ഇട്ട് ഫുഡെല്ലാം കഴിച്ച്. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണിയിരുന്നു. നിഷ ചേച്ചി പാവാണ്, നല്ല ചേച്ചിയായിരുന്നു. അങ്ങനെ ചേച്ചീനെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമ്മൾ അറിയാത്ത 3-4 കുടുംബങ്ങളെ പിന്നെ പരിചയപ്പെട്ടു. അതെല്ലാം ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഫുഡെല്ലാം കഴിച്ചു. ഇതായിരുന്നു ഞങ്ങളെ ഫുഡ്. ഇപ്പോൾ പാവം ഓളെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ വ്യാഴാഴ്ച പോയാലും എൻ്റെ കൈ ഭയങ്കര വേദനയും വീക്കും വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ പിറ്റേന്ന് കുറച്ച് സമാധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും എടുക്കാൻ കയ്യിന് കുറച്ച് പഴുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾ തന്നെയാണ് പാവെല്ലാം ചെയ്ത് കൊടുത്തിട്ട്. ഞാൻ കുറേ അരിഞ്ഞു കൊടുത്തുകൊണ്ടാണ് കൈ പെട്ടെന്ന് വീക്കം വെച്ച്. കുറേ സാധനം അരിഞ്ഞു കൊടുത്തപ്പോൾ വീക്കം വെച്ച് പഴുപ്പുണ്ടായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഞാൻ രാത്രി ഖത്തറിലെ സമയം 7 മണിക്കാണ് റൂമിൽ തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാതിരിക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ സായിനെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവരെല്ലാം എന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഇവിടുന്നൊക്കെയുള്ള നാട്ടുകാരല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇതെല്ലാം ചെയ്ത് ഫുഡെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ് അല്ലേ. എല്ലാവരും ഒരേ മനസ്സും വെച്ച്. ഓളെ കുറേ ഫ്രണ്ടുകളുണ്ട്. ഓൾ ഡേ കെയർ നടത്തുന്നതുകൊണ്ട് ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ.